ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ചയൊക്കെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ പോകുന്നത്. പവിത്രം വിക്രം വേദ കോമ്പിനേഷൻ അടിപൊളി സീനുകളും ഒക്കെയാണ് വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. അതുപോലെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വിക്രവും വേദയും ഒന്നായിക്കൊണ്ടേയിരിക്കുകയാണ്. അകലും തോറും കൂടുതലും അടുക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് കേട്ടോ അവരുടെ കാര്യം. വിക്രത്തെ എങ്ങനെയെങ്കിലും നേരെയാക്കാനായിട്ട് നോക്കുന്നുണ്ട് വേദ പല സമയത്തും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ വിക്രം ഒരു ദിവസം രാത്രിയിൽ സുധാകരൻ മാഷും മക്കളും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സുധാകരൻ മാഷിന് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ വിക്രം കുറച്ച് പണം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കമലയുടെ കയ്യിൽ. ഉടനെ സുധാകരൻ മാഷ് പറയുന്നുണ്ട്, കമലേ നീ ആ പണം തിരികെ കൊടുത്തേ. അപ്പോൾ കമല പറയുന്നുണ്ട്, അതവൻ തന്നതല്ലേ. അല്ല, ഇവൻ്റെ വീട്ടിൽ ചെലവ് വാങ്ങിച്ചാലല്ലോ ഇവിടെ കാര്യങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടവരെ തല്ലിയും ഗുണ്ടാപ്പണി ചെയ്തും ഒക്കെ കിട്ടുന്ന ഈ പണം ഈ വീട്ടിൽ കൊണ്ടുവരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ കമല തിരിച്ചാ പണം കൊടുക്കുകയാണ്. എന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും സുധാകരൻ മാഷ് പറയാണ്, എൻ്റെ കൂടെ ഇരുന്ന് ഇവൻ കഴിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടുന്ന് എണീറ്റ് പോകും എന്ന് പറയാണ്. അപ്പോൾ വിക്രം മാറി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാൻ കഴിച്ചോളാമെന്ന് പറയുന്നുമുണ്ട്. ആ സമയത്ത് വേദയ്ക്കാകെ വിഷമാവുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷ് ഇങ്ങനെ പറയുമ്പോഴേക്കും. അത് കഴിയുമ്പോൾ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന കേട്ടില്ലേ നിങ്ങളുടെ അച്ഛൻ, നിങ്ങൾക്കൊന്നും മാറണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ വിക്രം പറയാണ്, എന്ത് പറഞ്ഞാലും സുധാകരൻ മാഷിനെ എന്നെ കാണാൻ പാടില്ല. അച്ഛൻ്റെ മക്കളെ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ സങ്കല്പങ്ങൾക്ക് എതിരായിട്ട് വളർന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ പ്രതീക്ഷകളൊക്കെ നശിപ്പിച്ചത്. അപ്പോൾ വേദ പറയാണ്, ആ കാര്യത്തിൽ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളാണ് അച്ഛൻ്റെ എല്ലാ പ്രതീക്ഷയും തകർത്തത്. വിനായേട്ടനെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വേട്ടനെക്കുറിച്ചും ഒന്നും അച്ഛൻ അത്രയും പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്കൂളിലും കോളേജ് തലത്തിലും എല്ലാം അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നിങ്ങളായിരുന്നു. നിങ്ങൾ തന്നെ ആ പ്രതീക്ഷകളെല്ലാം തല്ലിക്കെടുത്തിയപ്പം ആ മനസ്സ് ഒരുപാട് വിഷമിച്ചു. അതിൻ്റെ പ്രതിഷേധമാണ് നിങ്ങളോട് ഈ കാണിക്കുന്നത്, അല്ലാതെ നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങനെ പണം കൊടുത്താലും അച്ഛൻ പറയുന്നത് ഞാൻ തല്ലുകൊണ്ടും ഗുണ്ടാപ്പണി ചെയ്തും ഒക്കെ കിട്ടുന്നതാണ്, അത് ഈ വീട്ടിൽ കൊണ്ടുവരരുതെന്നാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അപ്പോൾ വേദ പറയാണ്, അതെ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നാളെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ചെറിയ രീതിയിൽ അതൊക്കെ ആഘോഷിക്കാൻ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഒരു സമ്മാനം വാങ്ങി അവർക്ക് കൊടുക്കണം. അപ്പോൾ വിക്രം പറയാണ്, പിന്നെ ഞാൻ സമ്മാനം വാങ്ങി കൊടുക്കുമ്പോൾ വാങ്ങാനായിട്ട് ഇരിക്കുകയാണ് അവർ. എൻ്റെ ഒരു ചില്ലി കാശ് ഈ വീട്ടിൽ കൊണ്ടുവരരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സമ്മാനം കൊണ്ട് വന്നാൽ പിന്നെ അത് മതി. അപ്പോൾ വേദ പറയാണ്, അത് എന്തുകൊണ്ടാ? അച്ഛൻ്റെ മനസ്സിനേറ്റ മുറിവിൻ്റെ പ്രതിഷേധമാണ് അച്ഛൻ കാണിക്കുന്നത്. നിങ്ങൾ തല്ലുകൊണ്ട് ഗുണ്ടാപ്പണി ചെയ്തു അല്ലാതെ അധ്വാനിച്ച് പണം ഉണ്ടാക്കണം. എവിടെയെങ്കിലും ചെന്ന് കൂലിവേല ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് പണം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒരു സമാധാനം കൊടുക്കണം. ഒരു സമ്മാനം അവർക്ക് കൊടുത്താൽ അവർക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടാകുമെന്ന് അറിയുമോ? സ്വന്തം മക്കളിൽ നിന്ന് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ആ വിഷമം. 3 ആൺമക്കളല്ലേ അവർക്ക്, 3 പേരും ഒരുപോലെ ആയതിൻ്റെ വിഷമം അവർക്കില്ലാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. അപ്പം വിക്രം പറയുന്നുണ്ട്, ഞാൻ എന്താ വേണ്ടത്? ഞാൻ നാളെ അവർക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കാം. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് വെറുതെ ഒരു സമ്മാനം വാങ്ങി കൊടുത്താൽ പോരാ കേട്ടോ. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് സമ്മാനം വാങ്ങി കൊടുക്കണം, അത് അവർക്ക് ഒരുപാട് സന്തോഷമാവും എന്ന് പറയാണ്. അങ്ങനെ വിക്രത്തിനെ അങ്ങ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ വേദ. അതേസമയം വിശ്വനോടും പറയുന്നുണ്ട് കേട്ടോ വേദ, വിശ്വേട്ടാ, അടുത്ത ദിവസം അച്ഛൻ്റെ അമ്മയുടെയും വിവാഹ വാർഷികമല്ലേ? അന്ന് പിറന്നാൾ ആഘോഷിച്ചപ്പം മക്കളൊരു കേക്ക് പോലും വാങ്ങി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വിഷമിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ മക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ അച്ഛനും അമ്മയ്ക്കും ചെയ്യണം. ചെറുതായിട്ടും മതി, വിശ്വേട്ടൻ്റെ വകയാണെങ്കിലും ഒരു സമ്മാനം അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, എൻ്റെ വേദേ, അതൊക്കെ ഞാൻ പറയാഞ്ഞിട്ടല്ല. വിശ്വേട്ടനൊരു ജോലിയുണ്ടോ? 10 പൈസ കയ്യിലുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ സമ്മാനം വാങ്ങി കൊടുക്കുന്നത്? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടെന്നറിയോ? അപ്പോൾ വേദ വിശ്വനോട് പറയണേ, കേട്ടോ വിശ്വേട്ടാ ശ്രീജേച്ചി പറയുന്നത്? ശ്രീജേച്ചിയും ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വേട്ടന് എന്തെങ്കിലും ജോലി ചെയ്ത് ഒരു ചെറിയ സമ്മാനം അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കാൻ നോക്കിക്കേ, അവർക്ക് എന്തുമാത്രം സന്തോഷമാവും എന്നറിയാവോ? നമുക്ക് ആ വിവാഹ വാർഷികം ഒന്ന് നന്നായിട്ട് ആഘോഷിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അതേസമയം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് രാവിലെ സുധാകരൻ മാഷും കമലയും അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ ഇന്ന് സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത്? അപ്പോൾ കമല പറയാണ്, ഏയ് ഇവിടെ അങ്ങനെ വിവാഹ വാർഷികവും പിറന്നാളും ഒന്നും ആഘോഷിക്കാറില്ല.
സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറുമില്ല. ദേ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിലൊന്ന് പോയി തൊഴുതിട്ട് വരും, അതിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീജയും നന്ദിനിയൊക്കെ തൊടിയിച്ച് കൊടുക്കുകയാണ്. അതേസമയം വേദയെ കാണുമ്പം സുധാകരൻ മാഷിന് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ കമല പേടിച്ചിട്ട് വേദയ്ക്ക് തൊട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത് കഴിയുമ്പം വേദയെ മാറ്റി നിർത്തിയിട്ട് വേദയ്ക്ക് തൊട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വേദയെ നെഞ്ചോട് ചേർത്ത് നിർത്തി കണ്ണ് നിറയാണ് കേട്ടോ. വിക്രം, അവനെ നീ മാറ്റിയെടുക്കണം മോളെ, നീ അവൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയുകയാണ് കമല. അങ്ങനെ അന്ന് രാവിലെ അവിടെ എല്ലാവരും കൂടി ഒത്തുചേരുകയാണ്. അങ്ങ് എപ്പോഴാണെങ്കിൽ വിക്രം പുറത്തു പോയി ജോലി ചെയ്യാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. വേദ പറഞ്ഞത് നേരാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ട് എന്തെങ്കിലും അവർക്ക് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ വിക്രം അവിടെ ഒരു മില്ലിൽ അരിച്ചാക്ക് ചുമക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഭാരമുള്ള ചാക്കുകൾ തോളിലേറ്റി കൊണ്ടുപോയി ഗോഡൗണിൽ കൊണ്ടിടുന്ന ജോലിയാണ് ചെയ്യുന്നത്. നല്ല കഷ്ടപ്പാടുള്ള ജോലിയാണ് കേട്ടോ. വിക്രത്തിൻ്റെ കൈയും പുറവും എല്ലാം മുറിയുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ വരുന്നുണ്ട് കേട്ടോ രാധ. അപ്പോൾ വിക്രത്തിൻ്റെ പുറമൊക്കെ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ട് രാധയ്ക്ക് വല്ലാണ്ട് വിഷമാകുക. എന്നിട്ട് രാധ വിക്രത്തിനോട് പറയുന്നുണ്ട്, വിക്രം, നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? നീ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിക്രം പറയാണ്, അതിന് നിനക്കെന്താ വിഷമം? ഞാനിത് ചെയ്യും. ഓ, അവൾ പറഞ്ഞിട്ടായിരിക്കും ഇപ്പം ഇത് ചെയ്യുന്നത്. നീ കഷ്ടപ്പെട്ടു അധ്വാനിച്ചും പണം ഉണ്ടാക്കണമെന്ന് അവൾ പറഞ്ഞു കാണും അല്ലേ? അതെ, പറഞ്ഞു. വേദ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വിവാഹ വാർഷികത്തിന് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാൻ ഞാനിങ്ങനെ അധ്വാനിക്കും എന്നും പറയാണ്. അപ്പോൾ രാധ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ എന്നെ നീ മനസ്സിലാക്കുന്നില്ലല്ലോ വിക്രം. അപ്പം ഉടനെ വിക്രം പറയാണ്, വേദയാണ് എൻ്റെ ഭാര്യ, നീ അല്ല, ഞാൻ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് രാധേ എന്ന് പറയാണ്. അങ്ങനെ രാധയും അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കഷ്ടപ്പെട്ട് വൈകിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വരികയാണ്. സുധാകര മാഷിന് ഒരു മുണ്ട് ഷർട്ടും അതുപോലെ തന്നെ കമലയ്ക്ക് ഒരു സാരിയും വാങ്ങിക്കൊണ്ട് വരികയാണ് വിക്രം. അങ്ങനെ കൊണ്ടുവന്ന് അത് സുധാകര മാഷിനും കമലയ്ക്കും കൊടുക്കുകയാണ്. അപ്പോഴേക്കും തന്നെ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ വിക്രം അങ്ങനെ ചെയ്തത് കാണുമ്പം. പക്ഷേ സുധാകര മാഷ് അത് കയ്യിലോട്ട് കിട്ടുമ്പം തന്നെ വലിച്ചെറിയാണ്. നിൻ്റെ ഒരു സമ്മാനം, കണ്ടെടുത്ത് പോയി ഗുണ്ടാപ്പണി ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനം, ഇതെൻ്റെ കൈകൊണ്ട് പോലും ഞാൻ തൊടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവാണ് മാഷ്. അപ്പോൾ വിക്രം അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, കണ്ടില്ലേ, നീയല്ലേ പറഞ്ഞത് ഞാൻ ജോലിയെടുത്ത് കൊണ്ടുവന്ന് സമ്മാനം കൊടുത്ത അച്ഛൻ സ്വീകരിക്കുന്നു. ഇപ്പം സ്വീകരിച്ചത് നീ കണ്ടില്ലേ? ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മില്ലിൽ അരിച്ചാക്ക് ചുമന്നിട്ട് കിട്ടിയ പണം കൊണ്ട് വാങ്ങിയതാ. ഇത് കണ്ടോ എൻ്റെ കൈയും പുറമൊക്കെ? ഞാൻ ചെയ്തത് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് കിട്ടിയ പണം കൊണ്ടാണ് ഇത് വാങ്ങി ഓടി അലച്ച് വന്നത്. എന്നിട്ടും എന്നോട് കാണിക്കുന്നത് കണ്ടോ? അപ്പോൾ വേദയ്ക്ക് വിഷമാവുകയാണ് കേട്ടോ. അപ്പോൾ കമല പറയാണ്, മോനെ അതിങ്ങ് തന്നേ, ഞാൻ സ്വീകരിച്ചോളാം, എനിക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കമല കരയാണ് കേട്ടോ. എന്നിട്ട് കമല വേദയോട് പറയുന്നുണ്ട്, മോളെ, നീ കാരണമാണ് ഇപ്പോൾ ഇവൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പണം ഉണ്ടാക്കി അതുകൊണ്ടൊരു സമ്മാനം ഞങ്ങൾക്ക് വാങ്ങി തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് മോളെ എന്ന് പറയാണ് കേട്ടോ. അതേസമയം നമ്മുടെ വിശ്വനും ഒരു സമ്മാനം വാങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കമലയ്ക്കും സുധാകരൻ. അത് കാണുമ്പം ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവാണ്. ശ്രീജ വേദയോട് ചേർത്ത് നിർത്തി പറയുന്നുണ്ട്, വേദേ, നീ കാരണം ഇത് സംഭവിച്ചത്. വിശ്വേട്ടൻ ഈ സമ്മാനം വാങ്ങിക്കൊടുക്കാൻ കാരണം നീയാണ്. വിശ്വേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെങ്കിലും നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ചെയ്തത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്ക് എല്ലാവരെയും മാറ്റിയെടുക്കാൻ പറ്റും, വിശ്വേട്ടനെ മാറ്റിയെടുക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ. അതേസമയം വിക്രമാണെങ്കിൽ ജോലിയെടുത്ത പണം കൊണ്ടാണ് ഷർട്ടും മുണ്ടും വാങ്ങിയതെന്ന് അറിയുമ്പം സുധാകരൻ മാഷ് പുറത്തൊരു പരിഭവം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ആരും കാണാതെ വിക്രം വാങ്ങിക്കൊടുത്ത ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് സുധാകരൻ മാഷ്. കണ്ണാടിയിൽ നിന്ന് അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് കേട്ടോ. തൻ്റെ മകൻ അധ്വാനിച്ച പണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് വിചാരിക്കുമ്പം ആ അച്ഛൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകാണ്. ഇതൊന്നും ആരും കാണാതെയാണ് കേട്ടോ സുധാകരൻ മാഷ് ചെയ്യുന്നത്. പക്ഷേ വേദ അവിടെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. സുധാകരൻ മാഷ് മനസ്സുകൊണ്ട് അഭിമാനിക്കുന്ന കാണുകയാണ്. എന്നിട്ട് വേദ വന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കൊടുത്ത ഷർട്ടും മുണ്ടും അച്ഛനിട്ടു. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിയതാണെന്ന് അറിഞ്ഞപ്പോൾ പുറമേ കാണിച്ചില്ലെങ്കിലും ഞാൻ കണ്ടതാ അച്ഛൻ റൂമിൽ നിന്ന് അതിട്ട് കണ്ണാടിയിൽ നോക്കി അഭിമാനിക്കുന്നത്. അതുപോലെ നിങ്ങൾ അച്ഛൻ്റെ അഭിമാനമായി മാറണം, ആ അച്ഛൻ ആഗ്രഹിക്കുന്നത് അതാണ് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിക്രത്തിൻ്റെ കൈയും പുറവും ഒക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വേദ.
എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് വിക്രം കിടന്ന് ഉറങ്ങുന്നതൊക്കെ കാണുമ്പം വേദ ഇങ്ങനെ അഭിമാനത്തോടു കൂടി വിക്രത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് കിടക്കാണ് കേട്ടോ. വിക്രത്തിന് നല്ല മാറ്റമുണ്ട്. ഞാൻ പറഞ്ഞത് വിക്രം അനുസരിച്ചല്ലോ. അവൻ മാറും, പഴയതുപോലെ ആവും. പുതിയൊരു വിക്രത്തിനെ എല്ലാവർക്കും കിട്ടും. വിക്രം ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും വിക്രത്തിനെ പറിച്ചു മാറ്റാൻ ഇനി ആർക്കും ആവില്ല എന്നൊക്കെ വേദ ഇങ്ങനെ കിടന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. രാവ് മുഴുവൻ വിക്രത്തിനെ കിനാവ് കണ്ടിങ്ങനെ കിടക്കുകയാണ് വേദ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്